കഠിനാധ്വാനം ചെയ്തിട്ടും പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെ തളർന്നിരിക്കുന്നവർ, നിങ്ങൾ തനിച്ചല്ല എന്ന വലിയ സത്യം തിരിച്ചറിയുക. നിങ്ങളുടെ ഓരോ വേദനയിലും ആശ്വസിപ്പിക്കാൻ സ്വർഗം കൂടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ സുവിശേഷ വിചിന്തന വിഷയം. താൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്ന് കേട്ട് ശിഷ്യന്മാരുടെ ഹൃദയം സങ്കടം കൊണ്ട് നിറഞ്ഞപ്പോഴാണ് യേശു ഈ വചനഭാഗം നൽകുന്നത്. താൻ പോകുന്നത് അവർക്ക് ഗുണകരമാണെന്നും തനിക്ക് പകരമായി കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്നും യേശു അവരെ പറഞ്ഞാശ്വസിപ്പിക്കുന്നു. ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവം നമ്മെ കൈവിടില്ലെന്നും കൂടുതൽ ശക്തമായ ഒരു സാന്നിധ്യം നമുക്ക് കൂട്ടിനുണ്ടാകും എന്നുമുള്ള പ്രത്യാശയാണ് ഈ വചനഭാഗം നിങ്ങൾക്കും എനിക്ക് നൽകുന്നത്. പ്രിയ സഹോദര സഹോദരി, പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാൻ ഈ വാഗ്ദാനം, കർത്താവിൻ്റെ വാഗ്ദാനം, കർത്താവിൻ്റെ ഗ്യാരണ്ടി നമുക്ക് കരുത്ത് പകരുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്ന് നമ്മുടെ യേശു ഈ ഭാഗത്ത് വ്യക്തമാക്കി തരുന്നുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കാത്തതാണ് പാപമെന്നും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്ന യേശുവാണ് യഥാർത്ഥ നീതിയെന്നും അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ അധികാരിയായ സാത്താൻ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന പ്രഖ്യാപനം നമ്മുടെ പോരാട്ടങ്ങളിൽ നമുക്ക് വലിയ ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തുവാനും സത്യത്തിൻ്റെ പാതയിലൂടെ നടക്കുവാനും സഹായിക്കുന്ന ആ വലിയ വഴികാട്ടിയെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. കൂടുതൽ വചന ചിന്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. God bless you.